നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സത്യസന്ധമായി വാർത്ത ചെയ്യുന്ന ഒരു റിപ്പോർട്ടറും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാറില്ല. പതറി പേടിച്ചു പോയി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് മാറുന്നത് ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ തൻ്റെ കയ്യിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ചാനലിൻ്റെ താല്പര്യാർത്ഥം ആ വാർത്ത വളച്ചൊടിക്കുകയോ ചെയ്തതിന് പിന്നാലെ ആയിരിക്കണം തനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയത്. കഴിഞ്ഞ ദിവസം കേരള ഹൗസിന് മുന്നിൽ നടന്നതും ഇത് തന്നെയാണ്. കേരള ഹൗസിൽ മുഖ്യമന്ത്രി, അതായത് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ എത്തുന്നതല്ലായിരുന്നു അവർക്കൊക്കെ പ്രധാന വാർത്ത. മറിച്ച് വി.ഡി. സതീശനെ സ്വീകരിക്കാനായി ദീപ ജോസഫ് എന്ന അഭിഭാഷക എത്തിയതായിരുന്നു കൈരളിയുടെ പ്രധാന വാർത്ത. കൈരളിയുടെ മാത്രമല്ല, റിപ്പോർട്ടറിന്റെയും. കേരള ഹൗസിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ചും അതിജീവിതയെ അധിക്ഷേപിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലെ പ്രതിയായ അഭിഭാഷക ദീപ ജോസഫ്. ഇങ്ങനെയാണ് ഇപ്പോഴിതാ ഈ ഒരു വാർത്ത കൈരളി അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദീപ ജോസഫ് തന്നെ നേരിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയോട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ താൻ ഏതാ കൊച്ചേ, നീ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താണ്, മോൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താണ്, പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ പറയുന്നത്, മാഡം ഇവിടെ കേരള ഹൗസിൽ എത്തിയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്നു, അതല്ല നീ പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ കൃത്യമായി ദീപ ജോസഫിന് അറിയാം തെറ്റായ വിവരങ്ങൾ വളച്ചൊടിച്ചാണ് ഇത്തരത്തിൽ വാർത്ത കൊടുത്തത് എന്ന്. അതായത് പ്രാധാന്യം നോക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയതിലല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിലെ രണ്ടാം പ്രതിയായ ദീപ ജോസഫ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തി എന്നതായിരുന്നു അവിടെ. എന്ന് തന്നെ ആയിക്കോട്ടെ, ഈ കേസ് കോടതിയുടെ പക്കലുള്ള കേസാണ്. കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് കുറ്റക്കാരാരാണ് അല്ല എന്നുള്ളത്. അപ്പോൾ ദീപ ജോസഫിന് ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള അവകാശമില്ലേ? അല്ലെങ്കിൽ എവിടെ പോയാലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതയെ അപമാനിച്ച കേസിലെ പ്രതി എന്ന് മാത്രമേ പറയുകയുള്ളൂ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാലും കൃത്യമായി തന്നെ ദീപ ജോസഫ് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ആദ്യം കൈരളി ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. കേരള ഹൗസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ദീപ ജോസഫിന്റെ സന്ദർശനത്തെക്കുറിച്ച് തത്സമയ വാർത്ത നൽകിക്കൊണ്ടിരുന്ന കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകയോടാണ് ദീപ ജോസഫ് ആദ്യം തട്ടിക്കയറിയത്. ആരോട് ചോദിച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത് എന്ന് ചോദിച്ച് ദീപ ജോസഫ് റിപ്പോർട്ടർക്ക് നേരെ വരികയായിരുന്നു. ഒപ്പം മാധ്യമപ്രവർത്തകയുടെ മൈക്ക് തട്ടിക്കളയാൻ ശ്രമിച്ച ദീപ ജോസഫ് മോശം ഭാഷയിൽ മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത മറ്റ് മാധ്യമപ്രവർത്തകർ എത്തിയതോടെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിക്ക് നേരെയും ദീപ ജോസഫ് തട്ടിക്കയറി. മാധ്യമപ്രവർത്തകയോട് കയർക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെയും ദീപ ജോസഫ് അധിക്ഷേപിച്ചു. രതിജീവിത എന്ന് വിളിച്ചായിരുന്നു ആക്ഷേപം. തിരുത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകയോട് വീണ്ടും തട്ടിക്കയറി. എന്റെ പേരിൽ വാർത്ത കൊടുക്കാൻ ആരാണ് അധികാരം നൽകിയത്? നിന്നോട് ആരാടാ വാർത്ത കൊടുക്കാൻ പറഞ്ഞത്? നീ കൊടുത്ത വാർത്ത ഏതാണ്? എന്റെ പിറകെ നടന്ന വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, വാർത്ത ക്യാൻസൽ ചെയ്യൂ എന്നാണ് ദീപ ജോസഫ് പറയുന്നത്. മാധ്യമപ്രവർത്തകയോട് അങ്ങേയറ്റം മോശമായാണ് ദീപ ജോസഫ് പെരുമാറിയത്. കൈരളി ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയെ എടി എന്നും നീ എന്നും വിളിച്ച് സംസാരിച്ച ദീപ ജോസഫ് റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകനെയും നീ എന്ന് വിളിച്ച് ദേഷ്യപ്പെട്ടു. മരമുറി ചാനലിലെ എന്ന് ചോദിച്ച ദീപ ജോസഫ് റിപ്പോർട്ടറിനോടും കൈരളിയോടും സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്തു. തന്റെ അനുവാദമില്ലാതെ വാർത്ത നൽകിയാൽ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ദീപ ജോസഫ് തനിക്ക് മറ്റാരോടും പ്രശ്നമില്ലെന്നും കൈരളിയോടും റിപ്പോർട്ടറിനോടും മാത്രമാണെന്നും ആക്രോശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ആദ്യ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ പ്രതിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അധിക്ഷേപത്തിന് കേസെടുത്തത് ചോദ്യം ചെയ്ത ദീപ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ദീപയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. ഒരു വനിതാ അഭിഭാഷകയായ ദീപ എന്തിനാണ് ഇത്ര ഭാഷ ഉപയോഗിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അതേതായാലും കോടതിയും ദീപയും തമ്മിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ വായിച്ച കാര്യം കൈരളി റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്തയെ കൈരളി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. എന്തായാലും ദീപ ജോസഫ് ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം. ഒരു വാർത്ത കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു, അഥവാ അങ്ങനെ അല്ലാത്തൊരു വാർത്ത കൊടുത്താൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. അല്ല, എന്റെ അനുവാദമില്ലാതെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ഈ കുട്ടി വന്നത് ഞാൻ കേട്ടതുകൊണ്ടാണ്. ഈ കുട്ടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിങ്ങനെ മാഡത്തിന് കഴിയുന്നു ഒരു മാധ്യമത്തെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞത് എന്റെ ഗുണമാണോ ഒരു ചാനലിനെ അധിക്ഷേപിക്കുക എന്നത്? ഞാൻ എന്താണ് എനിക്ക് താങ്കളുടെ ഫോട്ടോ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്.
ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ രതിജീവിതയുടെ കാര്യം പറയാനാണോ? രതിജീവിതം ഇതൊരു മോശം വാർത്തയാണ് മാഡം. നീ കുറച്ചു നേരം തന്നെ പഠിപ്പിക്കാൻ ഇതല്ലോ. ഇല്ല കുറച്ചു നേരമായിട്ടൊന്നുമില്ല, ഞാൻ വളരെ കൃത്യമായ കാര്യമല്ല മാഡം പറയുന്നത്. പക്ഷെ ആ വാർത്ത ക്യാൻസൽ ചെയ്തു. ഇല്ല പറ്റില്ല മാഡം. നമ്മള് റിപ്പോർട്ടറോ മലമുറിയല്ലേ? മരമുറി എന്ന് പറഞ്ഞാൽ മോശം വർത്തമാനമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ പറഞ്ഞത്. മാഡം ഒരു അഭിഭാഷകയാണ്, സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകർ വിളിക്കാൻ മാഡത്തിന് ആരാണ് അധികാരം മാറി നിൽക്കാൻ റിപ്പോർട്ടറിന് ഏത് തരത്തിലുള്ള വിലക്കാണ് മാഡം ഏർപ്പെടുത്തുന്നത്? മാധ്യമ വിലക്ക് റിപ്പോർട്ടറിനോട് റിപ്പോർട്ടറിനോട് സംസാരിക്കാനില്ലെങ്കിൽ വേറെ ആരോടും അനാവശ്യമായ വാർത്തകളെ കൂടി സൃഷ്ടിക്കണം. വിളിച്ചതാ എന്തുകൊണ്ട്? ഒരു റിപ്പോർട്ടറിനെ ഞാൻ എന്താ റിപ്പോർട്ടർ മാറി നിൽക്കാനായിട്ട് മാഡത്തിനോട് പറയാൻ ആരോ പറയുന്നത്? ഞാൻ എൻ്റെ പരസ്യം ചെയ്യുന്നത് ചീപ്പ് ചാനലുകൾ ഉപയോഗിച്ചാണ്. വെറുതെ ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാമെന്ന് കരുതി. ഒരു പണിയുമില്ലാതെ ചൊറി കുത്തിയിരിക്കുന്ന 3-4 ചാനലുകൾ അതിനായി ഞാൻ ഉപയോഗിക്കുന്നു. പക്ഷേ എനിക്ക് നയാ പൈസ ചെലവില്ല. അവരുടെ വാടകയ്ക്ക് എടുത്ത സ്വന്തം വെടിക്കാറ്റ് സമീപനത്തെ തുറന്നുകാട്ടി. അന്ന് മുതൽ അവരെന്നെ തിരിഞ്ഞുപിടിച്ച് പബ്ലിസിറ്റി തരുന്നു. തിരഞ്ഞുപിടിച്ച് അവർ പബ്ലിസിറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതായാലും ഹാപ്പിയാണ്. കൈരതി, ഓസ് 12x2, മരരതി ഇവരെയൊക്കെയാണ് ഞാൻ സാധാരണയായി എൻ്റെ പരസ്യത്തിന് ഉപയോഗിക്കാറുള്ളത്. ഒരു മുതൽ മുടക്ക് ഇല്ലാതെ അന്തർദേശീയ തലത്തിൽ എത്താൻ എന്നെ സഹായിക്കുന്ന രതിമൂർച്ച ചാനലുകൾക്ക് എൻ്റെ വക ഒരു ലോലിപോപ്പ് കൊടുത്താൽ പോരെ കൂട്ടുകാരെ? ഇതിന് പിന്നിൽ ഡൽഹി, നേപ്പാൾ, കേരളം, വിയറ്റ്നാം, തായ്ലാന്റ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു വക്കീലിനെയാണ് ഞാൻ ഏജന്റാക്കി വെച്ചിട്ടുള്ളത്. ലോകത്ത് മറ്റാർക്കും കിട്ടാത്ത ഈ സുഖസൗകര്യം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. അതിനിടയിൽ ഒരു രതി ചാനലുകൾക്ക് എതിരെ കേസ് ഫയൽ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. പൊന്മുട്ടയിടുന്ന ഈ താറാവിന് ഞാൻ കൊല്ലൂല. എൻ്റെ കളരി പരമ്പര ദൈവങ്ങളാണേ സത്യം. പിന്നെ ഒരു സങ്കടമുള്ളത് വലിയ റീച്ചുള്ള നല്ല ചാനലുകൾ എന്നെ ഏറ്റെടുത്തത് മാത്രമാണ്. മാക്രികൾ മാത്രം കാണുന്ന ചാനലുകൾ കൊണ്ട് തൃപ്തി അടയുന്നു എന്നാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് താഴെ ദീപയ്ക്ക് ഒരുപാട് രാത്രി തന്നെ കൈരളിയെ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദീപയ്ക്ക് ഒരുപാട് പിന്തുണയും വരുന്നുണ്ട്. ഇവരൊക്കെ എവിടെ കണ്ടാലും ചാണകം തലയിൽ കോരി ഒഴിക്കണം എന്ന് പറയുന്നുണ്ട്. മരളി കൈരതി എന്ന് പറയുന്നുണ്ട്. അസലായി വക്കീലെ, ഈ കള്ള വെടിക്കാറ്റ് നുണ ചാനലുകളെ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ചാനലുകൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് പറയുന്നു. ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ നട്ടലുള്ള ആൾക്കാർ പ്രതികരിക്കാൻ ഉണ്ടായാൽ മതി ഇത്തരം അധപ്പതിച്ച മാധ്യമ സംസ്കാരത്തിന് അറുതി വരുത്താൻ. പക്ഷേ പലരും പേടിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് ഇത്തരം മാധ്യമ രീതികൾക്ക് വളമാകുന്നത്. ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ പലർക്കും പരസ്യമായി രംഗത്ത് വരാൻ പേടിയാണ്. പണ്ടും ഇത്തരം മാധ്യമങ്ങളെ എതിർത്തിട്ടുള്ളതും നേരിട്ട് പ്രതികരിച്ചിട്ടുള്ളതും വക്കീലന്മാരാണ്. ഒരു ഉദ്യോഗസ്ഥനായിരിക്കട്ടെ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ എല്ലാവരും നിലനിൽപ്പ് പേടിച്ച് ഇവന്മാരെ താങ്ങും. ചില കൂട്ടർ മിണ്ടാതെയും ഇരിക്കും. അവിടെ വേറിട്ട് നിന്നിട്ടുള്ളത് ദീപ ജോസഫ് ഉൾപ്പെടെ അഭിഭാഷക സമൂഹമാണെന്ന് കുറെ വർഷങ്ങൾക്ക് മുന്നേ കേരള ഹൈക്കോടതി സമുച്ചയത്തിന് മുന്നിൽ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും ദീപ ജോസഫിന്റെ മറുപടി കലക്കി. പക്ഷെ അപ്പോഴും സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദീപ ജോസഫും അതിനെതിരെ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് വളരെ ഏറെ നാളുകളായി അവരുടെ ദീപ ജോസഫിന്റെ ഒരു നിലപാട് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. സത്യസന്ധമായി ജനങ്ങൾക്ക് സത്യസന്ധതയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ എപ്പോഴും പ്രതികരിക്കാറുള്ളത്. എന്തായാലും ഇതാണ് ഇപ്പോൾ കൈരളിയും ദീപ ജോസഫും തമ്മിൽ ഇന്നലെ രാത്രി ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങൾ.